കണ്ണാടിക്കലെ അർജുന്റെ വീടിന് അടുത്ത് എത്തുകയാണ് ഈ വിലാപയാത്ര. നാടിന്റെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അർജുന്റെ ഈ അന്ത്യയാത്ര എന്നതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നാട്ടുകാർ ഒന്നടങ്കം, ഒരുപക്ഷെ നേരത്തെ എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ, വാർത്തയിലൂടെ അർജുന്റെ കാര്യങ്ങൾ അറിഞ്ഞവർ ഒക്കെ തന്നെ അതിൽ വലിയൊരു ഭാഗം ആളുകൾ ഈ ജനസഞ്ചയത്തിനൊപ്പം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ, അതോടൊപ്പം തന്നെ എ.കെ. ശശീന്ദ്രൻ, മന്ത്രി എ.കെ. ശശീന്ദ്രൻ, കെ രമ, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരും ഈ വിലാപയാത്രയെ, ടി സിദ്ദിഖ് എംഎൽഎ എന്നിവരും ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അർജുന്റെ വീടിന് അടുത്തേക്ക് ഈ വിലാപയാത്ര എത്തിച്ചേരും. സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ വീട്ടിലായിട്ടുണ്ട്. ഇവിടെ താങ്ങാവുന്നതിലും വലിയ ദുഃഖത്തിൽ വീട്ടുകാർ മാത്രമല്ല നാട്ടുകാർ ഒന്നടങ്കം ഈ വിലാപയാത്രയിൽ ഭാഗമാകുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ഇങ്ങനെ അകാലത്തിൽ സംഭവിച്ച വിയോഗത്തിൽ ഈ തരത്തിലുള്ള ഒരു യാത്രയയപ്പ് എന്നത് നമ്മൾ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്. അത്ര വലിയ ഹൃദയവേദനയോട് കൂടിയാണ് നാട്ടുകാരൊക്കെ തന്നെ അർജുനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഈ വഴിയുടെ ഇരുവശത്തുമായി ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ കണ്ണാടിക്കൽ ടൗൺ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് അർജുൻ്റെ വീട്ടിലേക്കുള്ള ദൂരം എന്നത് ഏതാണ്ട് 2 കിലോമീറ്ററാണ്. ഈ 2 കിലോമീറ്ററിൽ ഉള്ള അർജുൻ്റെ ഈ വീട്ടിലേക്കുള്ള വഴിത്താരയുടെ ഇരുവശത്തുമായി നാട്ടുകാരെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വീട്ടുകാർക്കുള്ള വേദന എന്താണോ അതേ വേദനയിൽ അർജുനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയിരിക്കുന്നു എന്നതാണ് എസ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്നതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലായി ഈ ആളുകളുടെ സാന്നിധ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു മഹാജനസഞ്ചയം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വാഹന വ്യൂഹത്തിന്റെ അകമ്പടിക്ക് പിന്നിൽ ആയിരങ്ങൾ ഒഴുകി വരുന്നു. ദീപക് ധർമ്മടം കൂടി കണ്ണാടിക്കലെ വസതിക്ക് സമീപം നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, നിനക്ക് മരണമില്ല, നീ ഞങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുമെന്ന് വിളിച്ചു പറയാനാണ് ഈ ജനസഞ്ചയത്തിന് താല്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. അർജുൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ പ്രദേശത്തെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കണ്ണാടിക്കലെ വസതിക്ക് തൊട്ടടുത്തായിരിക്കുന്നു ഈ വാഹന വ്യൂഹം. ദീപക് ധർമ്മടം ചേരുകയാണ് ഈ വീട്ടിൽ നിന്ന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അർജുൻ്റെ വീട്ടിലേക്ക് ഇത്രയധികം ആളുകൾക്ക് കയറി ചെല്ലാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്നാലും പക്ഷേ ഈ വീടിൻ്റെ മച്ചകങ്ങളിൽ ഒരുപാട് കാലം നല്ല ഓർമ്മകളായി നിന്ന ഒരു മനുഷ്യൻ്റെ അവസാന നിമിഷങ്ങൾക്ക് കാലം സാക്ഷ്യം വഹിക്കുമ്പോൾ അത് കാണാനും ആ അന്ത്യാഞ്ജലി അർപ്പിക്കാനും അവസാനത്തെ യാത്രാമൊഴി നൽകാനും ഒക്കെ എത്തുന്ന ഈ ജനസഞ്ചയത്തിൻ്റെ ഏറ്റവും നമ്മളെ വികാരഭരിതമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ദീപക് ധർമ്മടം കണ്ണാടിക്കലെ വസതിയിൽ നിന്ന് നമുക്കിപ്പം ചേരുകയാണ്. ദീപക്, നിറം പിടിപ്പിച്ച കാഴ്ചകളല്ല, തപ്ത നിമിഷങ്ങളാണ് അവിടെ നിന്ന് സമ്മാനിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.